ആരാ ആരാ ആ ഇത് ഒരു വാക്യൂം ക്ലീനർ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? വാക്യം വാക്യൂം ക്ലീനർ. ഓ ഹാ ഇയാള് കമ്പനിയിൽ നിന്ന് ഡെമോയ്ക്ക് വേണ്ടി വന്നത്. ആഹാ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ താഴെ ചെന്ന് പത്മ ടീച്ചറും കൂടെ വിളിച്ചോണ്ട് വരാം. അല്ല അവർ കൂടെ വേണമെങ്കിലോ? അവർക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ടാവും. അതൊന്നും നമ്മളല്ലല്ലോ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അല്ല ഇയാൾ എന്തായാലും ഡെമോ കാണിക്കുകയാണെങ്കിൽ പിന്നെ അവരെ വിളിച്ചാൽ എന്താ കുഴപ്പം? അല്ല കുഴപ്പമുണ്ട്. എന്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത ആളുകൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മാവനൊന്നും മിണ്ടായിരുന്നേ. ഓ അല്ല മോനെ, ഇത് വെച്ച് കല്യാണിയുടെ സ്കൂൾ ബാഗൊക്കെ വൃത്തിയാക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. പറ്റൂലേ? പിന്നെ ഈ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ? സാറേ വീട്ടിനകത്ത് ക്ലീൻ ചെയ്യുന്നതാ. അല്ല ബാത്റൂം വീട്ടിനകത്തല്ലേ? താൻ കാണിക്കേ. അവിടെ ഇവിടെ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരും. ഈ എക്സ്റ്റൻഷൻ കോഡ് ഫ്രീ ആയിട്ട് തരുമോ? ഇപ്പൊ ശരിയാവും. തരൂല്ലേ സാറേ? ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓ ഈ എക്സ്റ്റൻഷൻ കോഡ് ഫ്രീ ആയിട്ട് തന്നിരുന്നെങ്കിൽ. അത് അതിന്റെ കൂടെ ഉണ്ടല്ലോ. ഓ ഇതിന് റിമോട്ട് ഉണ്ടോ? ഉണ്ടായിരിക്കല്ലേ? ഈ സോറി സാർ, സോറി സാർ. എടേ ഇത് എവിടെയൊക്കെ ക്ലീൻ ചെയ്യും? ഇപ്പൊ ഓക്കെ സാർ. ഈ സ്വിച്ച് ഉണ്ടോ? ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വൃത്തിയാക്കുന്ന കാര്യമുള്ളൂ. സാർ ഒന്ന് പറയുന്നേ ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതേപോലെ പതുക്കെ പിടിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. സംഗതി കൊള്ളാമല്ലേ? കൊള്ളാമല്ലേ സാർ? ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിലേ ഈ ജോലിക്കാർക്ക് കൊടുക്കുന്ന കാശ് ലാഭിക്കാമല്ലോ. അയ്യോ, അത് തന്നെയാണ് സാർ ഞങ്ങളുടെ കമ്പനിയുടെ പരസ്യം. ജോലിക്കാരെ ലാഭിക്കാന്ന ഒരു കാര്യം ചെയ്യാം. ഞാൻ താഴെ പോയി പത്മ ടീച്ചറെ വിളിച്ചോണ്ട് വരട്ടാ. ഓ ഒരു പത്മ ടീച്ചർ, ആ പേര് ഇവിടെ മിണ്ടി പോരുത്. ഒന്ന് നിർത്താവോ? സാർ എന്നോടാണ്. ഓ തന്നോടല്ല, ഞാൻ അമ്മാവനോടാ പറഞ്ഞത്. ഞാനൊന്ന് നിർത്താൻ. ഞാൻ പറയുന്നത് കേട്ടാ മതി. നല്ലൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും ചെയ്യാനോ? സാർ ഇതിന്റെ കാര്യത്തിൽ സാർ അമ്മേ അല്ല ആരെങ്കിലും വന്നു കയറിയ അവരുടെ മുന്നിൽ വെച്ച് അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയും. എന്താ ഈ വീട്ടിൽ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലേ? ഞാനെന്താ അടിമി? തങ്കു, മോളെ 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 സാറേ, അയ്യോ സാറേ, സാറേ, എന്താ എന്താ പറ്റിയേ?
മോളെ എന്റെ പൊന്ന് സാറേ മോള് കാണിച്ചാണ്ടോ? അയ്യോ, മോളെ എന്താ ഇത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഷോക്ക് അടിച്ച ഈ അങ്കിൾ എന്നെ രക്ഷിച്ചത്. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അത് പത്മ ടീച്ചർ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നതിന്. ഞാനതൊന്ന് നോക്കിയതാ. കേട്ടോ? അമ്മാവൻ കേട്ടില്ലേ എന്തൊക്കെയാ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്? എന്റെ കുട്ടിക്ക് അപകടം ഉണ്ടായ അവർക്കെന്താ അല്ലേ? സാറേ, ടീച്ചർമാരെ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കില്ല. ആ മോള് ചിലപ്പോ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. ആ അതന്നെ ഞാനും പറയുന്നത്. മോക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും ഇല്ല. ഉണ്ടാവില്ല. എന്റെ മോളെ എനിക്ക് ഏറ്റവും വലുത്. ഇവക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ എനിക്ക് സ്വസ്ഥത കിട്ടുന്ന എങ്ങനെയാ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ അച്ഛാ. ദേ, ഇനി കറണ്ടി കളിക്കരുത്. നീ ഒരു സ്വിച്ച് പോലും ഇടണ്ട. പറഞ്ഞ കേട്ടോ? സാറിന് മോളെ വലിയ ഇഷ്ടമാണല്ലേ? അമ്മയില്ലാത്ത കുട്ടിയെ ഇവള്. ഇവക്ക് സ്നേഹം കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ എന്റെ മോളെ രക്ഷിച്ചത് താനാ. താങ്ക്സ് സാറേ, ഈ നന്ദി ജീവിതകാലം മുഴുവൻ എനിക്ക് തന്നോടുണ്ടാവും. സാർ, തന്റെ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ വാങ്ങും. അത്യാവശ്യം വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഓ, താങ്ക് യു സാർ. സാർ, എനിക്ക് വേറൊരു അപ്പോയിൻമെന്റ് കൂടി ഉണ്ട്. സാറിനുള്ള പ്രൊഡക്റ്റ് ഫ്രഷ് പീസ് കമ്പനിയിൽ നിന്ന് കൊണ്ടുവരും. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ സാർ? ഏയ്, താൻ എന്തായാലും പെട്ടെന്ന് പോണ്ട. ദേ, ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അയ്യോ വേണ്ട സാർ. ചായ ഇട്ട് വെച്ചിട്ടുണ്ടോ, കുടിച്ചിട്ട് പോയാ മതി. എന്റെ മോളെ രക്ഷിച്ച ആളല്ലേ താൻ? അതെ, നിന്റെ മോളെ രക്ഷിച്ച ആളല്ലേ? അപ്പോ ഇയാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന കാര്യം ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്ത് ഉപകാരം? അല്ല മോനെ, ഇത് കൂടുതൽ ചെലവായ മോന് ഉപകാരം വല്ലതും ഉണ്ടോ? അയ്യോ പിന്നെന്താ, സെയിൽ കൂടുന്നതിനനുസരിച്ചാ എന്റെ ശമ്പളവും പ്രൊമോഷനൊക്കെ കൂടുന്നത്. അപ്പൊ പിന്നെ പത്മൻ ടീച്ചറിനും ഒരെണ്ണം വിൽക്കാം. വേണ്ടേ? അവരൊരെണ്ണം എടുത്താലും ഇയാൾക്കത് ഉപകാരമാവുമല്ലോ. ദേ, അമ്മാവൻ ഇനിയിപ്പോ നീ അതിന് എതിർപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ എന്ത് നടന്നാലും അതിനകത്ത് വേറൊരു കച്ചവടം ഉറപ്പിച്ചോളൂ. ചെന്ന് വിളിച്ചോണ്ടോ? ആ മോനെ, ഞാൻ ഇപ്പൊ വരാട്ടാ. ആ ആ എന്തായാലും താൻ കുറച്ച് കരുതിയിരുന്നോ? വരാൻ പോകുന്നതേ ഒരു ബോംബ. പത്മ. ഹലോ, ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. പരീക്ഷിച്ചാ ഓരോന്ന് കണ്ടുപിടിക്കുന്നേ. അങ്ങനെയാ ടീച്ചർ പറഞ്ഞേ. ആണോ? താൻ ഇരിക്കും. മതി. മതിയെ പറയണേ.
മതി മതി. മോളെ എന്താ അങ്കിൾ? മോളെ മുകളില് ഒരാള് വന്നിട്ടുണ്ട്. അയാൾ ഈ പൊടി പിടിച്ചെടുക്കുന്ന ഒരു യന്ത്രം ഇല്ലേ, അതുകൊണ്ട് വന്നതാ. മോളെ ഞാനതെ പിടിപ്പിച്ച് കണ്ടായിരുന്നേ. ശരിക്കും സംഭവം നല്ലതാ. അല്ല, നിങ്ങൾ ആരെങ്കിലും മുകളിൽ വന്നൊന്ന് കണ്ടായിരുന്നെങ്കിൽ ആ ഉപകാരമുള്ള സാധനമാ. വീടെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം. എന്താ? അയാൾ ഇവിടെ വന്നിരുന്നു. ആഹാ. ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോഴേക്കും അയാൾ പോയി. ആ, അത് അയാള് വീട് തെറ്റി വന്നതാ. മോളെ അയാൾ ഇപ്പോഴേ ഇറങ്ങാൻ നിൽക്കുക. അയ്യോ, ഞങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ? ഓ, സാർ, അയാൾ വരാൻ കുറേ നേരം എടുക്കുമോ? അവളുടെ എഴുന്നള്ളതല്ലേ, ചിലപ്പോൾ കുറേ സമയം എടുക്കും. അമ്മാവൻ വെറുതെ ഓരോ നിർബന്ധങ്ങൾ കാണിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്ത കാരണവന്മാർക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും മിണ്ടാത്തത്. അല്ല, നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വന്നാ മതി. ഞാൻ വരാമായിരുന്നു, ഓ, പക്ഷേ എനിക്കിതൊന്നും അങ്ങനെ നോക്കി വാങ്ങിക്കാൻ അറിയില്ല. ആ, നീ ഒരു കാര്യം ചെയ്യും, ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അല്ല, ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് നിർത്തി പോവാണ്. അല്ല, നിങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് വന്നാ മതി. അയാൾ അല്ലെങ്കിൽ എങ്ങോട്ട് ഇറങ്ങി പോവാനാ? എന്നാലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ വരാം. ആ, വാ മോളെ. ഞാൻ പറഞ്ഞല്ലോ, ആരോട് അഹങ്കാരം കാണിക്കണമെന്ന് അവൾക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. അത്രയ്ക്കാ ജാട. താൻ എന്തായാലും പൊയ്ക്കോ, ഞാൻ വേറെ 2 അപ്പോയിൻമെൻറ്റ് തരാം. ശരി സാർ. ആ, താൻ ഇടയ്ക്ക് വിളിച്ചോ. തനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഇറങ്ങട്ടെ സാർ. നീ ആ പൊടി പിടിച്ചെടുക്കുന്ന പയ്യനെ പറഞ്ഞു വിട്ടാ? അതെന്തിനാ പറഞ്ഞു വിട്ടേ? അയാൾ ഞാൻ പറഞ്ഞൊന്നുമല്ല. അന്തസ്സുള്ള മനുഷ്യർക്ക് കാത്തിരിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. മോൾ ഇവിടെ നിൽക്കി, ഞാൻ അയാളെ എങ്ങനെയൊന്ന് വിളിച്ചോണ്ട് വരട്ടെ. ഓ, ചെല്ല. ഹലോ, ഒന്ന് നിൽക്കണേ. ഹലോ, ഒന്ന് നിൽക്കണേ. ആ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നപ്പോൾ ഉടനെ അങ്ങ് ഒരുങ്ങാൻ കയറിയതായിരിക്കും.
പിന്നെ പെണ്ണുങ്ങൾക്ക് അതാണല്ലോ പണി, സൗന്ദര്യം കാണിക്കൽ. ആരെങ്കിലും വന്ന് വിളിക്കുമ്പോ ഞാൻ ഉടനെ ഇറങ്ങി വരാൻ വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്നല്ല. പിന്നെ അവിടെ മലമറിക്കുന്ന ജോലിയല്ലേ. വീട്ടു ജോലി പെണ്ണുങ്ങൾക്ക് മറിക്കുന്ന ജോലി തന്നെയാണ്. ഓ, അത് പുരുഷന്മാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ ഈ വീട്ടിൽ ഒരു പെണ്ണുമില്ല, എന്നിട്ട് ഇവിടത്തെ ജോലികളൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഈ വീട്ടിൽ ഏത് പെണ്ണാ ഉണ്ടാവുന്നത്? അ, അ, തന്റെ കൂടെ ഏത് പെണ്ണാ വന്ന് നിക്ക? ആരായാലും ജീവിക്കാൻ ആഗ്രഹം കാണില്ലേ? ശരി, എന്റെ കൂടെ പെണ്ണുങ്ങൾ ആരും കാണില്ല. പക്ഷേ നല്ലവളായ നിന്റെ കൂടെ ആണുങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. എന്നിട്ട് ആ വീട്ടിൽ പുരുഷന്മാരെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ? നീയൊക്കെ സ്വസ്ഥത കൊടുത്തിട്ട് വേണ്ടേ നിന്റെ കൂടെ നിൽക്കാനായിട്ട്? താൻ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഇയാളുടെ അമ്മവും വന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ മോന്ത കാണാൻ ഞാൻ വരില്ലായിരുന്നു. വന്നേ. വാ എന്താ വാ. എന്താ സാറേ? അതെ, അവിടെ ആ ടീച്ചർ വന്നിട്ടുണ്ട്. ആ, ഒന്ന് കണ്ടേച്ച് പോകാം. അല്ല, പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിനേക്കാൾ അത്യാവശ്യം ഒരു സാധനം വിൽക്കണ്ടേ? വാ. ഓ, വാ വാ. എന്നാ സാറ് കയറി. അയ്യേ, ഇല്ലേ ദൂരത്തിലാ, വന്നാട്ട്. ആ ശരി, ഞാൻ വാ. ചെല്ലു. വാ. അമ്മാവന് പ്രാന്ത, അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരുത്തി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്തായാലും ആ വന്ന മനുഷ്യൻ നിന്നെ കാണാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ അയാളുടെ ദിവസം കൂടെ പോയനെ. താൻ പോടും കാട്ടുപോത്തെ. ഇടി, നീ പൊടി ഉണ്ട കണ്ണി കാട്ടു കുറങ്ങി. തന്നെ ഞാൻ കാണിച്ചു തരാടോ. ആ, വാ വാ. ആഹാ. ആ. അല്ല, പത്മ ടീച്ചർ എന്ത്? പോയി. അതെന്ത് പോക്കാ? ഞാൻ ദേ ഈ ആളെ വിളിക്കാൻ വേണ്ടി പോയതല്ലേ. അവൾക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, തമ്പുരാട്ടിയല്ലേ. തമ്പുരാട്ടിയെ ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വരാ. ആ വേണ്ട വേണ്ട, ആ, ഇനിയേ അവൾ ഇയാളെ കാണണ്ട. അത് കുഴപ്പമില്ല സാർ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. ആ. അല്ല, എനിക്കൊരു കച്ചവടം കൂടെ നടക്കുമല്ലോ. ഇത് ഈ ശബ്ദം എടോ, താനിപ്പോ എന്റെ സുഹൃത്താണ്. അവളെ കണ്ട് കാല് പിടിച്ചാൽ ചിലപ്പോ ഒരു പീസ് തനിക്ക് ചെലവാക്കാൻ പറ്റുമായിരിക്കും. ആ. പക്ഷെ ഞാൻ തനിക്കൊരു ഓഫർ തരാം. 5 or 10 പീസ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എടുപ്പിക്കാം. താൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇതിൽ താഴെയുള്ളവർ മേടിച്ചാലേ പറഞ്ഞു. ഒന്ന് ചുമ്മാരുന്നേ. ഓ, അത് ശരിയാണ് സാർ. അയാൾ വെക്കട്ടെ. ശരി സാർ. ശരി. ഞാൻ ലാഭം കൂടുതൽ കിട്ടുന്നത് നോക്കിയാൽ മതിയല്ലോ. സാറേ, മറക്കല്ലേ. ഇല്ലാന്നേ. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. അപ്പൊ ശരി. ശരി. ശരി.
ആരിവിടെ സംസാരിച്ചത്? ഇവിടെ നാവുള്ളവരൊക്കെ സംസാരിക്കും. അതല്ല, നിങ്ങൾ രണ്ടുപേരല്ലാതെ വേറൊരു ശബ്ദം കേട്ടതോ? ആ മോളെ, അത് ഞാൻ പറഞ്ഞ പൊടിപിടിപ്പിക്കുന്ന യന്ത്രത്തിന്റെ ആ റെപ്രസെന്റേറ്റീവാ. അയാളെ ഞാൻ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും മോള് ആവത്തോട്ട് കയറി അങ്ങ് പോയില്ലേ. ആ വിഷമിക്കണ്ട മോളെ, അയാൾ ഇനിയും വരും. അയാൾ ഇനിയും വരുമ്പോ ഇതുപോലൊക്കെ തന്നെ കാണിക്കണം. ആ ടീച്ചറാണ് പോലും. സമയനിഷ്ഠ പാലിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ എങ്ങനെ ടീച്ചറാവാന്? ശ്ശേ. ഒരു ടീച്ചർ വന്നിരിക്കുന്നു. അയാളെ അങ്കിളിന് പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ. എന്താ മോളെ? ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ ഒന്നുമില്ല. ആ അത് കുഴപ്പമില്ല സാർ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. അല്ല, എനിക്കൊരു കച്ചവടം കൂടെ നടക്കുമല്ലോ. ഇത് ഈ ശബ്ദം